ഓക്കെ, ഇനി എല്ലാ ക്വസ്റ്റ്യനും ഒന്നുകൂടെ നോക്കിക്കേ. ആദ്യം മുതൽ ഒരു റാൻഡം വാക്ക് പ്രോബ്ലം. റാൻഡം വാക്ക് പ്രോബ്ലം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അറിയാലോ, ഫോർവേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഡെസ്റ്റിനേഷനിൽ എത്തുക. ഒരു പർട്ടിക്കുലർ ഇതുണ്ടാവില്ല, കുറച്ചു നേരം ഫ്രണ്ടിലേക്ക് നടക്കുക, കുറച്ചു നേരം ബാക്കിലേക്ക് നടക്കുക. അതാണ് റാൻഡം വാക്ക് പ്രോബ്ലം. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക. ദെൻ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്തുകയാണ്. സ്റ്റാർട്ടിംഗ് ടു ഡെസ്റ്റിനേഷൻ, ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് ആകെയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് എം ആണ്. ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്ക് ആകെയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് എം ആണ്. ദെൻ ഒരാള് റാൻഡം വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് n സ്റ്റെപ്സ് എടുക്കുന്നു. n സ്റ്റെപ്സ് ടോട്ടൽ അയാൾ നടക്കുന്നു. ഒരു വ്യക്തി n സ്റ്റെപ്സ് നടക്കുന്നു. ദെൻ അതിൽ ഫോർവേഡ് നടന്ന സ്റ്റെപ്പ് n1ഉം ബാക്ക്വേഡ് നടന്ന സ്റ്റെപ്പ് n2ഉം ആണെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത്, ടോട്ടൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് n1 പ്ലസ് n2 ആയിരിക്കും. ടോട്ടൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് n1 പ്ലസ് n2 ആയിരിക്കും. ദെൻ n1 പ്ലസ് n2 ആയിരിക്കും ടോട്ടൽ സ്റ്റെപ്പ്. n1 മൈനസ് n2 എന്നുള്ളത്, ഫോർവേഡ് മൈനസ് ബാക്ക്വേഡ് എന്നുള്ളത് m ആണെങ്കിൽ, ഫോർവേഡ് മൈനസ് ബാക്ക്വേഡ് എന്നുള്ളത് m ആണെങ്കിൽ അയാൾ ഡെസ്റ്റിനേഷനിൽ എത്തി എന്നാണ് അർത്ഥം. ഫോർവേഡ് മൈനസ് ബാക്ക്വേഡ് എന്നുള്ളത് m ആണെങ്കിൽ അയാൾ ഡെസ്റ്റിനേഷനിൽ എത്തി എന്നാണ് അർത്ഥം. ഫോർവേഡ് മൈനസ് ബാക്ക്വേഡ് എന്നുള്ളത് 0 ആണെങ്കിൽ അയാൾ സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിൽ തന്നെയാണെന്നാണ് അർത്ഥം. ഇനി ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമ്മൾ n1നും n2നും ഒരു ഇക്വേഷൻ കണ്ടെത്തുകയാണ്. ഇവിടെ m ഈക്വൽ ടു 0 ഇട്ട് കൊടുത്താൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അയാൾ ഡെസ്റ്റിനേഷൻ സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിൽ തന്നെയാണ്. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് n1 സ്റ്റെപ്സ് ഔട്ട് ഓഫ് n സ്റ്റെപ്സ്, അതാണ് എഴുതി വെച്ചിരുന്നത്. പ്രോബബിലിറ്റി ഓഫ് n1 സ്റ്റെപ്സ് ഇൻ ഫേവർ ഔട്ട് ഓഫ് n സ്റ്റെപ്സ്, അതാണ് nc(n1) p പവർ n1 q പവർ n മൈനസ് n1. ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. p എന്ന് പറയുന്നത് എന്താ? ഫേവറബിൾ പ്രോബബിലിറ്റി. q എന്ന് പറയുന്നത് അൺഫേവറബിൾ പ്രോബബിലിറ്റി. നമ്മളിവിടെ ഫേവറബിൾ ആയിട്ട് എടുക്കുന്നത് ഫോർവേഡ് സ്റ്റെപ്പ് ആണ്. ഇവിടെ എല്ലാ സ്റ്റെപ്പിന്റെയും, ഫോർവേഡിന്റെയും ബാക്ക്വേഡിന്റെയും പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ദെൻ അതിൽ നിന്ന് നമ്മൾ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുവാണ്. ആ ഇക്വേഷൻ ആണ് റാൻഡം വാക്ക് പ്രോബ്ലത്തിന്റെ പ്രോബബിലിറ്റി കണ്ടെത്താനുള്ള ഇക്വേഷൻ. n ഫാക്ടോറിയൽ ബൈ n പ്ലസ് m/2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് m/2 ഫാക്ടോറിയൽ ഇൻറ്റു 1/2 ഹോൾ പവർ n. റാൻഡം വാക്ക് പ്രോബ്ലത്തിന്റെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ അയാൾ അവസാനം എത്തുന്നത് ഇനിഷ്യൽ പൊസിഷൻ എന്ന് വല്ലതും തരികയാണെങ്കിൽ m ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഇക്വേഷൻ എത്തിയത് ഇവിടെ ഓരോ സ്റ്റെപ്പിനും പ്രോബബിലിറ്റി 1/2 എന്ന് എടുത്തിട്ടാണ്. അങ്ങനെ ഒരു പ്രോബബിലിറ്റി അല്ല തരുന്നതെങ്കിൽ, ഓരോ സ്റ്റെപ്പിനും ഡിഫറെന്റ് പ്രോബബിലിറ്റി ആണെങ്കിൽ ഈ ഇക്വേഷൻ എടുക്കണം. ഈ ഇക്വേഷനിൽ എല്ലാ ടൈമും അറിയില്ലേ, n എന്ന് പറയുന്നത് ടോട്ടൽ സ്റ്റെപ്പ്, n1 എന്ന് പറയുന്നത് ഫോർവേഡ് സ്റ്റെപ്പ്, p എന്ന് പറയുന്നത് ഫോർവേഡ് സ്റ്റെപ്പിന്റെ പ്രോബബിലിറ്റി, q എന്ന് പറയുന്നത് ബാക്ക്വേഡ് സ്റ്റെപ്പിന്റെ പ്രോബബിലിറ്റി.
ഒരു പ്രോബ്ലം ചെയ്യാം. A random walker walks with equal probability. A random walker walks with equal probability to left or right. What is the probability that he returns to his starting position after four steps? ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈക്വൽ പ്രോബബിലിറ്റി തരണം, എന്നാലേ നമ്മൾ അവസാനം എഴുതിയ ഇക്വേഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഹി റിട്ടേൺസ് ടു ഹിസ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ ആഫ്റ്റർ ഫോർ സ്റ്റെപ്സ്. അതായത് സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് തിരിച്ചെത്തണം, അതായത് m ഈക്വൽ ടു 0. ടോട്ടൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് n ഈക്വൽ ടു 4 ആണ്. ദെൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താ? n ഫാക്ടോറിയൽ ബൈ n1 പ്ലസ് m ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു n1 അല്ല n പ്ലസ് m ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് m ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 ബൈ 2 ഹോൾ പവർ n. ഇവിടെ n എന്ന് പറയുന്നത് 4 ഫാക്ടോറിയൽ ആണ്. പിന്നെന്താ, ഇവിടെ m ഈക്വൽ ടു 0 ആണ്. ഇവിടെ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 ബൈ 2 ഹോൾ പവർ 4 എന്ന് വരും. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 ഡിവൈഡഡ് ബൈ 16 എന്ന് കിട്ടും. 3 ബൈ 8 എന്ന് കിട്ടും. ഇതാണ് ആൻസർ. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം. A man takes A steps. A man takes n1 steps forward with
probability 0.4 and n2 steps backward with probability 0.6. Find the probability that at the end of find the probability that at the end of 11 steps he is one step away from the starting point. Okay. He is one step away from the starting point. ക്വസ്റ്റ്യൻ നോക്കിയ ക്വസ്റ്റ്യൻ നമ്മൾ ഏറ്റവും അവസാനം കണ്ടുപിടിച്ച ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ രണ്ടിലും പ്രോബിലിറ്റി വേറെയാണ് തന്നിരിക്കുന്നത്, 0.4ഉം 0.6ഉം. ഇവര് തന്നിരിക്കുന്നല്ലോ ഇത് നോക്കി, n1ഉം n2ഉം എന്താന്ന് തന്നിട്ടില്ല. വേറൊരു കാര്യം തന്നിട്ടുണ്ട്, ടോട്ടൽ n എന്ന് പറയുന്നത് 11 സ്റ്റെപ്പാണ്. അതായത് n1 പ്ലസ് n2. പിന്നീട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, 11 സ്റ്റെപ്പിന് ശേഷം ആ വ്യക്തി 1 സ്റ്റെപ്പ് അവേ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഈ 1 സ്റ്റെപ്പ് അവേ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് രണ്ട് തരത്തിൽ വരാം. ഒന്നല്ലെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിൽ ഒരു സ്റ്റെപ്പ് അവേ വരാം, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ ഒരു സ്റ്റെപ്പ് അവേ വരാം. 1 സ്റ്റെപ്പ് അവേ എന്നുള്ളത് രണ്ട് രീതിയിൽ വരാം. ഫോർവേഡ് ഡയറക്ഷനിൽ ഒരു സ്റ്റെപ്പ് അവേ വരാം, ബാക്ക്വേർഡ് ഡയറക്ഷനിൽ ഒരു സ്റ്റെപ്പ് അവേ വരാം. അതായത് n1 എന്നുള്ളത് 6ഉം n2 എന്നുള്ളത് 5ഉം എടുത്താൽ, n1 എന്നുള്ളത് 6ഉം n2 എന്നുള്ളത് 5ഉം എടുത്താൽ ആ വ്യക്തി ഫോർവേഡ് ഡയറക്ഷനിൽ 1 സ്റ്റെപ്പ് അവേ ആയിരിക്കും. n1 എന്നുള്ളത് 5ഉം n2 എന്നുള്ളത് 6ഉം. n2 എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് അപ്പം ഒരു സ്റ്റെപ്പ് കൂടുതലാണ്. അതിന്റെ അർത്ഥം എന്താ, 1 സ്റ്റെപ്പ് അവേ ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ. ഇങ്ങനെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ബാക്ക്വേർഡ് ഡയറക്ഷൻ, one step away in backward direction. ഇതാണ് ടോട്ടൽ സംഭവം. ആ പ്രോബ്ലം ഒന്ന് ശ്രദ്ധിക്കുക. മുമ്പോട്ടും ബാക്കോട്ടും പോകുന്നു. ഇത് റാൻഡം വാക്ക് പ്രോബ്ലം ആണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പിന്നെ പ്രോബബിലിറ്റി രണ്ടും രണ്ടാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ഉപയോഗിക്കാൻ പാടില്ല. അടുത്തത് ചോദ്യം ഇതാണ്, 11 സ്റ്റെപ്പ് ടോട്ടൽ ട്രാവൽ ചെയ്തു, അതിനുശേഷം അയാൾ ഒരു സ്റ്റെപ്പ് അകലെയാണ്. അതായത് അത് ഏത് ഡയറക്ഷനിലാകാം, ഒന്നല്ലെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിൽ ഒരു സ്റ്റെപ്പ് അകലെയാകാം, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ ഒരു സ്റ്റെപ്പ് അകലെയാകാം. ഈ കേസിൽ നോക്കിയേ, 6 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു, 5 സ്റ്റെപ്പ് ബാക്കോട്ട് വെച്ചു. അപ്പം ഒരു സ്റ്റെപ്പ് അകലെയാണ് ഫോർവേഡ് ഡയറക്ഷനിൽ.
ഈ കേസ് നോക്കിക്കേ, 5 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു, 6 സ്റ്റെപ്പ് ബാക്കോട്ട് വെച്ചു. അപ്പം ബാക്ക്വേർഡ് ഡയറക്ഷനിൽ ഒരു സ്റ്റെപ്പ് അകലെയാണ്. രണ്ടും പോസിബിൾ ആണ്. നമ്മൾ ഇതാണ് നടക്കുന്നതെങ്കിൽ മറ്റേത് നടക്കില്ലല്ലോ. അതായത് രണ്ട് സമയം ഒരേ രീതിയിൽ ട്രാവൽ ചെയ്യില്ലല്ലോ, ഒരു വ്യക്തിയല്ലേ ഉള്ളൂ. അപ്പം 6 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് 5 സ്റ്റെപ്പിൽ ബാക്കിലോട്ട് വെക്കുന്നതാണ് മൂപ്പര് ചെയ്തതെങ്കിൽ ഇത് നടക്കില്ല. ഇനി ഇത് നടക്കുവാണെങ്കിൽ മറ്റേത് നടക്കില്ല. അതായത് ഒക്യുറൻസ് ഓഫ് വൺ പ്രോബബിലിറ്റി ഡിലീറ്റ് ദ അതർ. ഒന്ന് നടന്നാൽ മറ്റേത് നടക്കില്ല. അങ്ങനത്തെ ഇതിനെ നമ്മൾ എന്താ പറയുക? മ്യൂച്വലി എക്സ്ക്ലൂസീവ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോബബിലിറ്റി എപ്പോഴും ആഡ് ചെയ്യണം. ദെൻ ഈ രണ്ട് പ്രോബബിലിറ്റി ആഡ് ചെയ്യണം. ഈ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടെത്താം? അതിന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കണം. നമുക്ക് രണ്ട് സ്റ്റെപ്പാണ് ഉള്ളത്, n1 n2 6 5, n1 n2 5 6. ഇതാണ് രണ്ട് സ്റ്റെപ്പ് ഉള്ളത്. അതായത് 11 സ്റ്റെപ്പിൽ ഫോർവേഡ് ഡയറക്ഷൻ, അതായത് നമ്മളിവിടെ ഫേവറബിൾ ആയിട്ടുള്ളത് ഫോർവേഡ് ആണ് എടുക്കുന്നത്. ഫോർവേഡ് ഡയറക്ഷൻ 6 സ്റ്റെപ്പ് എടുക്കണം. 11ൽ 6 എടുക്കണം. ഫോർവേഡ് ഡയറക്ഷന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.4 0.4 all power 6. ഇതാണ് ആ പ്രോബബിലിറ്റി. ഈ പ്രോബബിലിറ്റി എന്താ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താ? പ്രോബബിലിറ്റി ഓഫ് r ടൈംസ് ഇൻ ഫേവർ ഔട്ട് ഓഫ് n ടൈംസ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് r ടൈംസ് ഇൻ ഫേവർ ഔട്ട് ഓഫ് n ടൈംസ്. ആ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? NCR P പവർ R Q പവർ n മൈനസ് R. അതാണ് നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഫേവറബിൾ എന്നുള്ളത് ഫോർവേഡ് ഡയറക്ഷനിൽ എടുത്തു. 11ൽ 6 സ്റ്റെപ്പ് ഫോർവേഡ് ഡയറക്ഷനിൽ വെക്കാനുള്ള പ്രോബബിലിറ്റി ആണ് ഈ എഴുതിയിരിക്കുന്നത്. NCR ഫോർവേഡ് ഡയറക്ഷന്റെ പ്രോബബിലിറ്റി 0.4 പവർ 6 സ്റ്റെപ്പ് നമുക്ക് ഫേവറിൽ കിട്ടണ്ടേ, 4 പവർ 6 into 0.6 whole power 5. ഈ കേസിലോ 11ൽ 5 സ്റ്റെപ്പ് നമ്മുടെ ഫേവറായിട്ട് കിട്ടണം. 0.4 power 5 0.6 whole power 6. ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇത് രണ്ടിന്റെയും സമ്മേഷൻ ആയിരിക്കും. ഇത്ര എഴുതിയാൽ മതി, ബാക്കി ചെയ്യണ്ട. ടോട്ടൽ പ്രോബബിലിറ്റി അല്ല, ഞാൻ രണ്ടിലും നമ്മുടെ ഫേവറബിൾ എന്ന് പറഞ്ഞത് ഫോർവേഡ് ഡയറക്ഷനിൽ എടുത്തത്. രണ്ടിലും ഫേവറബിൾ എന്ന് പറയുന്നത് ഫോർവേഡ് ഡയറക്ഷനിലാണ് എടുത്തത്. ഇത് ഫേവറബിൾ ഡയറക്ഷന്റെ പ്രോബബിലിറ്റി. അതായത് നമ്മൾ എടുക്കുന്നത് 11ൽ 5 എണ്ണം നമ്മുടെ ഫേവറബിൾ ആയിട്ട് എടുക്കണം. ഈ 5 എന്ന് പറയുന്നത് ഫോർവേഡ് ഡയറക്ഷൻ ആണ്. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മേഷൻ ആണ്. കാരണം എന്താ? ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഒരെണ്ണം നടന്നാൽ മറ്റേ നടക്കാൻ പാടില്ല. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡൗട്ട് ഉണ്ടോ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും ചോദിക്കുക, നിങ്ങൾക്കൊരു 11 ട്രയൽ തരും. അത് കഴിഞ്ഞിട്ട് അതിൽ
11 അല്ല, ഒരു n ടൈംസ് തരും. അതിൽ ആ ടൈംസ് നമ്മുടെ ഫേവറബിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയുള്ള പ്രോബിലിറ്റി ആണ്. ഇവിടെ നമ്മൾ ഫോർവേഡ് ഡയറക്ഷനിലാണ് ഞാൻ രണ്ട് കേസിലും നമ്മൾ എന്റെ ഫേവറേറ്റ് ആയിട്ട് എടുത്തത്. നിങ്ങൾക്ക് അത് തിരിച്ചു എടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ബാക്ക്വേർഡ് ഡയറക്ഷനിൽ എടുത്താൽ ബാക്ക്വേർഡ് ഡയറക്ഷനിലും എടുക്കാം. ബാക്ക്വേർഡ് ഡയറക്ഷൻ ഞാൻ ഫേവറേറ്റ് ആയിട്ട് എടുത്താൽ എങ്ങനെ കിട്ടും? എഴുതണ്ട, കാണിച്ചു തരാം. ഫസ്റ്റ് കേസിൽ ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ അഞ്ച് സ്റ്റെപ്പ് ആണ്. അപ്പം 11c5 ബാക്ക്വേർഡ് ഡയറക്ഷന്റെ പ്രോബിലിറ്റി ആദ്യം എഴുതണം. 0.6 ഹോൾ പവർ 5 into 0.4 whole power 6 പ്ലസ് രണ്ടാമത്തെ കേസ് ബാക്ക്വേർഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് 11c6 0.6 whole power 6 into 0.4 whole power 5 കിട്ടും. ഈ രണ്ട് ചെയ്താലും നിങ്ങൾക്ക് ഒരേ ആൻസർ കിട്ടും. രണ്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരേ ആൻസർ കിട്ടും. അത്രേ ഉള്ളൂ. അത് ഏത് നിങ്ങൾക്ക് ഫേവറബിൾ എടുക്കുന്നോ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ബാക്ക്വേർഡ് എടുക്കാം അല്ലെങ്കിൽ ഫോർവേഡ് എടുക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്തൊരു ക്വസ്റ്റ്യൻ. A random walker takes a unit step length in the forward direction with the probability two by 3 and a step of unit length in the backward direction with probability one by 3. Find the mean displacement after n steps. ഇതാണ് ചോദ്യം. ഇത് നമുക്കിപ്പോ ചെയ്ത പ്രോബ്ലം ഒന്നും അല്ല. ഇത് നമ്മൾ സാധാ മീൻ എടുത്താൽ മതി. മീൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്കിവിടെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ആണ് തന്നിരിക്കുന്നത്. മീൻ എന്ന് പറഞ്ഞാൽ എക്സ് സമ്മേഷൻ ഓവർ ഐ xi pxi ആണ്. ഇവിടെ xi എന്ന് പറഞ്ഞാൽ ഫോർവേഡും ബാക്ക്വേഡും ഡയറക്ഷൻ. അവർ പറഞ്ഞിട്ടുണ്ട്
യൂണിറ്റ് സ്റ്റെപ്പ് ആണ്. അതായത് x എന്ന് പറഞ്ഞാൽ 1 ആണ് വാല്യൂ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടും, 1 × 2/3. ഇനി യൂണിറ്റ് സ്റ്റെപ്പ് ബാക്ക്വേർഡ് ആയതുകൊണ്ട് അടുത്തത് -1 എടുക്കണം. -1 × 1/3. ഇതാണ് ആൻസർ, ഈക്വൽ ടു 1/3. ഇനി ആഫ്റ്റർ n സ്റ്റെപ്പ് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ മീനിനെ n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ആൻസർ ഇതാണ്. ഇത് നമ്മളിപ്പോ ചെയ്ത പ്രോബ്ലം ഒന്നുമല്ല, വെറുതെ മീൻ എടുക്കാനാണ്. നമുക്ക് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി തന്നാൽ മീൻ എടുക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സമ്മേഷൻ ഓവർ i xi pxi. ഇവിടെ xi എന്ന് പറയുന്നത് യൂണിറ്റ് സ്റ്റെപ്പ് ഫോർവേഡും യൂണിറ്റ് സ്റ്റെപ്പ് ബാക്ക്വേർഡും ആണ്. നമ്മൾ 1 ഉം -1 എടുക്കണം. 1 × probability of forward direction 2/3 plus -1 × probability of backward direction 1/3. ടോട്ടൽ 1/3 കിട്ടും. പിന്നെ ആഫ്റ്റർ n സ്റ്റെപ്പ് എന്ന് ചോദിച്ചത് കൊണ്ട് അവസാനം മീനിനെ n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ വെറുതെ മീൻ എടുക്കുന്നേ ഉള്ളൂ. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ട് മീൻ എടുക്കാനുള്ള പ്രോബബിലിറ്റി ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇന്ന് പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A child makes a random walk on a square lattice of lattice constant A. Child makes a random walk on a square lattice of lattice constant A. Taking a step in the north, east, south and west. Taking a step in the north, east, south and west with the probability zero point two five five, 0.255, 0.245, 0.245 respectively. What is the expected value? What is the expected position? After n steps. After n steps. What is the expected position after n steps? Okay, question തന്നിരിക്കുന്നത്
ഒരു കൊച്ചൊരു സ്ക്വയർ ലാറ്റിസിൽ റാൻഡം വാക്ക് നടത്തുന്നു. ഓരോ ഡയറക്ഷനിലേക്കുള്ള പ്രോബിലിറ്റി തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ തന്നിരിക്കുന്നത് n സ്റ്റെപ്സിന് ശേഷമുള്ള എക്സ്പെക്ടഡ് പൊസിഷൻ ആണ്. ഇതിനെ നമ്മൾ ചെയ്യണമെങ്കിലേ ഒരു ഗ്രാഫ് വരയ്ക്കണം. കാരണം ഈ കുട്ടി 4 ഡയറക്ഷനിലേക്കും പോകുന്നുണ്ട്. എന്നിട്ട് നോർത്തിലേക്കുള്ള പ്രോബബിലിറ്റി 0.255, ഈസ്റ്റിലേക്കുള്ള പ്രോബബിലിറ്റി 0.255, വെസ്റ്റിലേക്കും സൗത്തിലേക്കും ഉള്ള പ്രോബബിലിറ്റി 0.245, 0.245. ഓക്കെ, ദെൻ അവർ ചോദിച്ചിരിക്കുന്നത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് ആണ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് രണ്ട് പൊസിഷനെ ഉണ്ടായിരുന്നുള്ളൂ, ഫോർവേഡും ബാക്ക്വേഡും. അതുകൊണ്ട് 1ഉം -1ഉം ഇട്ടാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേസ്. ഇവിടെ 4 ഡയറക്ഷനും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ ഐ ക്യാപ്പ് എന്നും ഇതിനെ ജെ ക്യാപ്പ് എന്നും എടുക്കും. ദെൻ എല്ലാ ഡയറക്ഷനിലേക്കും ആ കുട്ടി പോയത് ലാറ്റിസ് കോൺസ്റ്റന്റ് എ എന്നുള്ള പൊസിഷൻ വെക്ടർ ആണ്. ദെൻ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എ ഇൻറ്റു 0.255 in the I cap direction plus a into 0.255 in the y cap direction, that is j cap direction, plus a into 0.245 in the minus I cap direction, plus a into 0.245 in the minus j cap direction. ഇങ്ങനെ എടുക്കണം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്ന് ഈ പ്രോബ്ലത്തിനുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ 2 ഡയറക്ഷനേ ഉള്ളൂ. അതുകൊണ്ട് ഫോർവേഡും ബാക്ക്വേഡും എന്നുള്ളത് പ്ലസും മൈനസും ആയിട്ട് എടുത്തു. ഈ പ്രോബ്ലത്തിൽ അങ്ങനെയല്ല, 4 ഡയറക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഗ്രാഫ് വരച്ചു. എക്സ് ആക്സിസും വൈ ആക്സിസും ഐ ജെ മാർക്ക് ചെയ്തു, എന്നിട്ടാണ് ചെയ്യുന്നത്. ദെൻ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഐ ക്യാപ്പിലുള്ളതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സ്പെക്ടഡ് പൊസിഷൻ എന്നത് എന്ത് കിട്ടും, എ ഇൻറ്റു 0.01 ഐ ക്യാപ്പ് പ്ലസ് എ ഇൻറ്റു 0.01 ജെ ക്യാപ്പ്. ആഫ്റ്റർ n സ്റ്റെപ്പ് ആയതുകൊണ്ട് ഇതിനെ n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ല, ഓക്കെ, ആദ്യം ഇതിപ്പം എന്താണ്, ഐ ക്യാപ്പിലും ജെ ക്യാപ്പിലും ആണ് ഇതിന്റെ മോഡുലസ് കണ്ടെത്തണം. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ ഇൻറ്റു 0.01 ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു 0.01 ഹോൾ സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 2a ഇൻറ്റു 0.01 കിട്ടും. ഇതാണ് മീൻ. ദെൻ ആഫ്റ്റർ n സ്റ്റെപ്പ് ആയതുകൊണ്ട് ഇതിനെ n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. മീൻ ഈക്വൽ ടു, അല്ലെങ്കിൽ ആവറേജ് പൊസിഷൻ ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു എ ഇൻറ്റു 0.01 ഇൻറ്റു n. ആണ് ആൻസർ. ഈ പ്രോബ്ലത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കുക. അത് നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ മനസ്സിലാവും. ഈ പ്രോബ്ലത്തിൽ 4 ഡയറക്ഷനിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ എക്സും വൈയും എന്ന് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓരോ ഡയറക്ഷനിലേക്ക് ഞാൻ ചെയ്തു. നിങ്ങൾക്ക് ഇത് ഈ ചെയ്തേക്കുന്നത് മനസ്സിലാവില്ല. എക്സ്പെക്ടഡ് പൊസിഷൻ ഇൻ എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, മൈനസ് എക്സ് ഡയറക്ഷൻ, മൈനസ് വൈ ഡയറക്ഷൻ. അവസാനം എല്ലാം കൂടെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വെക്ടർ കിട്ടി. ഞാൻ അതിന്റെ മോഡുലസ് എടുത്തു. പിന്നെ ആഫ്റ്റർ n സ്റ്റെപ്പ് എന്ന് ചോദിച്ചത് കൊണ്ട് അതിനെ ഞാൻ n വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ് ആൻസർ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനത്തെ പ്രോബ്ലം ശ്രദ്ധിക്കണം.
നമ്മൾ നേരത്തെ ചെയ്ത റാൻഡം വാക്കിന്റെ പ്രോബ്ലം അല്ല, പ്രോബബിലിറ്റി ഒന്നും അല്ല കണ്ടെത്താൻ പറഞ്ഞേക്കുന്നത്, എക്സ്പെക്ടഡ് പൊസിഷൻ ആണ് കണ്ടെത്താൻ പറഞ്ഞത്. ഡിസ്ക്രീറ്റ് വാല്യൂ തരുമ്പോൾ എക്സ്പെക്ടഡ് പൊസിഷൻ എങ്ങനെയാ കണ്ടെത്തുക? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഡിസ്ക്രീറ്റ് വാല്യൂസ് അല്ലേ, ഓരോ ഡയറക്ഷനിലുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി. ദെൻ എക്സ്പെക്ടഡ് പൊസിഷൻ അല്ലെങ്കിൽ മീൻ വാല്യൂ രണ്ടും സെയിം ആണ്. എക്സ്പെക്ടഡ് വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ ഐ എക്സ് ഐ പി എക്സ് ഐ ആണ്. അതാണ് ഞാൻ അവിടെ ചെയ്തത്. എ ഇൻറ്റു 0.255 ഇൻറ്റു ഐ ക്യാപ്പ്. ഈ ഐ ക്യാപ്പ് എടുത്തത് എന്തിനാന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. നമുക്കിവിടെ 4 ഡയറക്ഷനിലേക്കും തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾ ഇവിടെ ഐ ക്യാപ്പ് എടുത്തില്ലെങ്കിലേ ഫുള്ള് തെറ്റിപ്പോകും. ഓക്കെ ഓക്കെ, ഇന്നിത് മതി. നിങ്ങൾ ഇന്ന് പഠിപ്പിച്ചാൽ ഏതെങ്കിലും പോർഷൻ മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. റാൻഡം വാക്കിന്റെ പ്രോബ്ലം കുറെ തവണ കണ്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് അത് കളയരുത്. ഒന്നുമില്ല, റാൻഡം വാക്കിന്റെ പ്രോബ്ലം ഭയങ്കര എളുപ്പമല്ലേ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ചെയ്തത്. ഈക്വേഷൻ ഡിറൈവ് ചെയ്ത് ഓർത്തിരിക്കുക. അതില് എമ്മിന് 0 ഇട്ട് കൊടുത്താൽ ഇനിഷ്യൽ പൊസിഷനിലേക്ക് എത്തും. പിന്നെ നമ്മൾ കണ്ട മറ്റൊരു ടൈപ്പ് പ്രോബ്ലം എന്ന് പറഞ്ഞാല് ഇതാണ്, ടോട്ടൽ 11 സ്റ്റെപ്പ്. അതിൽ ഫോർവേഡ് ഡയറക്ഷൻ എത്ര, ബാക്ക്വേർഡ് ഡയറക്ഷൻ എത്ര എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ 2 കേസ് എടുക്കണം. ഫോർവേഡിൽ 6ഉം 5 ആദ്യം എടുത്തു, രണ്ടാമത്തെ കേസിൽ ഫോർവേഡിൽ 5 എടുത്തു. ഇത് രണ്ടും ഒരുമിച്ച് നടക്കാത്തതുകൊണ്ട് രണ്ടിന്റെയും പ്രോബബിലിറ്റി ആഡ് ചെയ്യണം. ഓക്കെ, പിന്നെ എക്സ്പെക്ടഡ് വാല്യൂ കണ്ടെത്താനുള്ള പ്രോബബിലിറ്റി ആയിരുന്നു, മീൻ വാല്യൂ എക്സ്പെക്ടഡ് വാല്യൂ. അത്രേ ചോദിച്ചിട്ടുള്ളൂ. റാൻഡം വാക്കിന്റെ പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും, എ പാർട്ടിലായിരിക്കും ചോദിക്കുക. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ലീവ് ചെയ്യാം. ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിൽക്കാം. അഞ്ചിത ഇന്നലെ എടുത്ത പോർഷൻ ഇല്ലേ, അതിന്റെ യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടില്ല? ആ വീഡിയോ കണ്ടു. എന്താ ഡൗട്ട്? നമുക്ക് എപ്പോഴും ഇതില്ലേ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, 10% of the foods produced അതിന് ഡിഫക്റ്റീവ് ആവുന്നതിന്റെ പ്രോബബിലിറ്റി അല്ലേ തന്നത്? അതെ, അതിനെയാണ് നമ്മള് ക്വസ്റ്റ്യൻ നോക്കട്ടെ. ആ 10% of the tool producer in അതല്ലേ? അപ്പം എപ്പോഴും നമുക്ക് മീൻസ് ആ ഒരു ഡിഫക്റ്റീവ് ആയ ആ പ്രോബബിലിറ്റി ആണോ തരിക? ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ആണോ തരിക? അങ്ങനെയൊന്നുമില്ല. അല്ല, എന്നിട്ട് ചോദ്യം 2 എണ്ണം ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി അല്ലേ? അങ്ങനെയായിരുന്നു ചോദ്യം. അതായത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഒരു മാനുഫാക്ചറിങ് കമ്പനി അവരുണ്ടാക്കുന്നതിന്റെ 10% പ്രൊഡക്റ്റ് ഡിഫക്റ്റീവ് ആണ്. എന്നിട്ട് ഒരു എത്ര ടൂൾസാ എടുക്കുന്നത്? 100 എണ്ണമാണോ? 100 ടൂൾസ് അല്ലേ സാമ്പിൾ ആയിട്ട് എടുത്തത്? 100 ടൂൾസ് സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നു. അതിൽ 2 എണ്ണം ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് അവർ ചോദിച്ചത്. ഓക്കെ, അതായത് ചോദ്യം ഇങ്ങനെയാണ്, ഈ 100 എണ്ണത്തിൽ നമ്മൾ എടുത്ത 100 എണ്ണത്തിൽ നമുക്ക് ഫേവർ ആയിട്ട്, നമ്മൾക്ക് ഇവിടെ ഫേവർ എന്ന് എടുക്കുന്നത് ഡിഫക്റ്റീവ് ആവുക എന്നുള്ളതാണ്. 100 എണ്ണത്തിൽ 2 എണ്ണം ഡിഫക്റ്റീവ് ആയിട്ട് വരാനുള്ള പ്രോബബിലിറ്റി, അതായത് 100 C2, പിന്നെ ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി പവർ 2, പിന്നെ ഡിഫക്റ്റീവ് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി -100 -2. ഇങ്ങനെയാ ചെയ്യുക. അതായത് നമ്മൾ ഇവിടെ എടുക്കുന്നത് നമുക്ക് ഡിഫക്റ്റീവ് ആവണം. 100 എണ്ണം എടുത്തിട്ട് അതിൽ 2 എണ്ണം ഡിഫക്റ്റീവ് ആവണം. അതാണ് അവർ ചോദ്യം. അപ്പൊ നമ്മൾ ഫേവറബിൾ എന്നുള്ളത് ഡിഫക്റ്റീവ് ആകുക എന്നുള്ള പ്രോബബിലിറ്റി എടുക്കും.
ഡിഫക്റ്റീവ് ആകുക എന്നുള്ള പ്രോബിലിറ്റി. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് രണ്ട് പ്രോബിലിറ്റി ഉള്ളൂ. ഒന്നല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആവുക, അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആകാതെ ഇരിക്കുക. അയ്യോ, നമ്മളിത് പോയിസൺസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ ചെയ്യുന്നേ? സോറി. ഓക്കെ. അല്ല അപ്പൊ സാർ ഡിഫക്റ്റീവ് ആവാത്തതിന്റെ പ്രോബിലിറ്റി ആണ് തന്നതെങ്കിലോ? 1 മൈനസ് ഡിഫക്റ്റീവ് ആകുന്ന പ്രോബിലിറ്റി. കാരണം ഇവിടെ രണ്ട് പ്രോബിലിറ്റി ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ. ആ ക്വസ്റ്റ്യൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസൺസ് ഡിസ്ട്രിബ്യൂഷനിലും രണ്ട് പ്രോബിലിറ്റിയെ പാടുള്ളൂ. ഒന്നല്ലെങ്കിൽ ആകുക, അല്ലെങ്കിൽ ആവാതിരിക്കുക. എസ് ഓർ നോ ക്വസ്റ്റ്യൻ പോലെയാ. അപ്പൊ നമ്മളിപ്പോ 10% ഡിഫക്റ്റീവ് അല്ലാത്തതാണ് തന്നതെങ്കിൽ 1 മൈനസ് 1/10/100 ചെയ്താൽ മതി. അപ്പം എന്നിട്ട് അത് ന്യൂ കാണുമ്പോ പി ആയിട്ട് എടുത്താൽ മതി. അത്രേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ ശരി.